വളരെ പരിചിതമായ വേദഭാഗമാണ് വായിച്ചത്. ലാസറിനെ ഉയർപ്പിച്ച ആ അത്യത്ഭുതം, ഗ്രേറ്റസ്റ്റ് മിറക്കിൾ, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് വേണം പറയാൻ. കാരണം മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനത്തിന്റെ ശക്തി ആ ശരീരത്തിൽ വ്യാപരിക്കത്തക്കവണ്ണം ഒരത്ഭുതം നടന്ന ചരിത്രമാണ് നാം അവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ അത്യത്ഭുതം കാണുന്നു. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ദിവ്യത്വം പ്രൂവ് ചെയ്യാനായി ഉപയോഗിച്ച, രേഖപ്പെടുത്താനായി ഉപയോഗിച്ച സുവിശേഷത്തിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ ദിവ്യശക്തിയാലുള്ള പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ സംഭവത്തിൽ കൂടെ വെളിപ്പെടുത്തുകയായിരുന്നിരിക്കാം. എങ്കിലും ഈ പാസേജിന് വേറൊരു ദൂതൂടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ജീസസ് ഈസ് ലോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് 1969 YMCA താമസിക്കുന്ന സമയത്ത്, ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയമാണ്, കർത്താവിൽ പ്രസിദ്ധനായ സ്റ്റാൻലി ജോൺസ് അന്ന് YMCA ഒരു യോഗത്തിൽ കടന്നു. അപ്പോൾ ഞാൻ യോഗത്തിലൊക്കെ സംബന്ധിച്ചു. എൻ്റെ കയ്യിൽ, കുട്ടികളുടെ കയ്യിലൊക്കെ ഉള്ളതുപോലെ ഒരു ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ യോഗം കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഞാൻ ഓട്ടോഗ്രാഫുമായിട്ട് ഓടി അടുത്ത് ചെന്ന് നിവർത്തൊരു പേജ് കൊടുത്തു. വളരെ ആളുകൾ ചുറ്റുപാട് നിൽക്കും. അദ്ദേഹം അതിൻ്റെ കീഴിൽ ആ പേജിൽ ഒരു സെന്റൻസ് മാത്രമേ എഴുതിയുള്ളൂ, ജീസസ് ഈസ് ലോർഡ്. അതിൻ്റെ കീഴിൽ സ്റ്റാൻലി ജോൺസ് എന്ന് സൈൻ ചെയ്തു. അന്ന് അതിൻ്റെ ആഴമൊന്നും എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു കമന്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ അദ്ദേഹത്തിന് കർത്താവിൽ പ്രസിദ്ധനായ ദേവദാസ് പറയാൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു കർത്താവ്. ഈ വേദഭാഗത്ത് നിന്ന് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം വളരെ വ്യക്തമായി നമുക്കാണ്. കർത്താവേ 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 എന്ന് ഇന്ന് ഭവനത്തിൽ പോകുമ്പോൾ ആ പാസേജിൽ നിന്നും എണ്ണണം. മാർത്ത തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവേ എന്ന്. 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവേ. 27-ൽ ഉപ്പ് കർത്താവേ, യെസ് ലോർഡ്. ഗുരു എന്നുള്ള പദം വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. 32-ാമത്തെ വാക്യത്തിൽ കർത്താവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. 34-ാമത്തെ വാക്യത്തിലും കർത്താവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 39-ാമത്തെ വാക്യത്തിൽ മാർത്ത വീണ്ടും പറയുന്നു കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി. ഈ ഭാഗങ്ങളിലെല്ലാം ഈ വാക്ക് ഉച്ചരിച്ചിരിക്കുന്നത് മാർത്ത തന്നെയാണ്. ലോർഡ് 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 ലോർഡ്. അനേക പ്രാവശ്യം കർത്താവെ 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 എന്ന് ഏറ്റു പറഞ്ഞ മാർത്തയോട് കർത്താവിന്റെ ഒരു ചോദ്യം ഉണ്ടായി. ഡു യു ബിലീവ് ദിസ്? നീ ഇത് വിശ്വസിക്കുന്നു? അനേക പ്രാവശ്യം നീ കർത്താവേ എന്ന് പറഞ്ഞു, കർത്താവേ. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു പാട്ടുണ്ട്, യെസ് ലോർഡ് യെസ് ലോർഡ് യെസ് യെസ് ലോർഡ്. അങ്ങനെയുള്ള പാട്ട് എനിക്ക് പാടാൻ ഒരു അല്പം പ്രയാസം. ഈ വാക്കെല്ലാം കൂടെ എൻ്റെ ഈ നാവിനകത്തോട്ട് ഈ വേഗത്തിൽ വെച്ച് ഉൾക്കൊള്ളാൻ ഒരു അല്പം പ്രയാസം. കുഞ്ഞുങ്ങൾ പാടുമ്പോൾ വളരെ വേഗത്തിൽ പാടും. നല്ലൊരു പാട്ടാണ്. യെസ് ലോർഡ് യെസ് ലോർഡ് യെസ് യെസ് ലോർഡ്. അനേക പ്രാവശ്യം പറയുന്നുവെങ്കിലും കർത്താവേ 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 എന്ന മാർത്തയുടെ ആദരത്തിൽ നിന്ന് കേട്ടപ്പോൾ യേശുരാൻ അവളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നീ ഇത് വിശ്വസിക്കുന്നു? നീ ഇത് വിശ്വസിക്കുന്നു? ഡു യു റിയലി ബിലീവ്? 4 പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു എന്നായിരിക്കും ആ വേദഭാഗത്ത്. ആ സാഹചര്യത്തിൽ യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്നുവോ എന്നാണ് മാർത്ത എഴുതിയത്. Do you really believe that I am the Lord in all these 4 situations? ലാസർ തങ്ങളുടെ സഹോദരൻ മരിച്ച ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ കർത്താവ് വരുമ്പോൾ അവളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ കർത്താവാകുന്നു. ആലയത്തിൽ കൂടുമ്പോൾ, ഇവിടെ സന്തോഷകരമായി ഇരിക്കുമ്പോൾ നീ മാത്രം മതി. മനോഹരമായി പാടാനും നമ്മെ സഹായിക്കാനും അതിനെ പ്രചോദനം തരാനും നമുക്ക് നല്ലൊരു ക്വയറുണ്ട്. അക്കൂട്ടത്തിൽ നീ മാത്രം മതി. വളരെ സന്തോഷമായി. എന്നാൽ ജീവിതത്തിന്റെ വേദനയുടെയും പ്രയാസത്തിന്റെയും ഉള്ള സന്ദർഭത്തിൽ വരുമ്പോ ഒരു ചോദ്യമുണ്ട്, ഈസ് ഹി റിയലി ലോർഡ്? അതാണ് മാർത്തയോട് ചോദിച്ചത്. മാർത്തേ, ഡു യു റിയലി ബിലീവ് that I
ഒന്നാമത്തെ സിറ്റുവേഷൻ ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്. മാർത്തയും മറിയയ്ക്കും ഉണ്ടായ ഒരു വലിയൊരു പ്രത്യാശ ഭംഗം, പ്രതീക്ഷ മങ്ങി. കാരണം യേശു ലാസറിന്റെ സ്നേഹിതൻ. ദൂതയച്ചപ്പോൾ എങ്ങനെ പറഞ്ഞെന്നറിയോ? നിന്റെ സ്നേഹിതൻ. കർത്താവ് കണ്ണുനീർ വാർന്നപ്പോൾ നോക്കി നിന്ന യഹൂദന്മാർ പറഞ്ഞു, അവൻ എത്ര പ്രിയനായിരുന്നു. സോ ക്ലോസ് ടു ജീസസ്. മാർത്തയും മറിയയും എത്രയോ പ്രാവശ്യം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോൾ മാർത്തയുടെയും മറിയയുടെയും ഏറ്റവും അടുത്ത സ്നേഹിതൻ, ഗുരു, കർത്താവ് ധാരാളം ദൈവവചനം കേട്ടിട്ടുണ്ട്. അവരുടെ ക്രൈസിസിന്റെ സമയത്ത് നിശ്ചയമായി യേശു വരും, ഞങ്ങളുടെ സ്നേഹിതൻ വരും, ഞങ്ങളുടെ ഗുരു വരും, അവൻ വരാതിരിക്കുകയില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് നിശ്ചയമായും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വരും. ഈ പ്രതീക്ഷയോടെ ഇരുന്നപ്പോൾ പ്രതീക്ഷ നടന്നില്ല. ഡിസപ്പോയിന്റ്മെന്റ്. ജീവിതത്തിന്റെ ഡിസപ്പോയിന്റ്മെന്റിന്റെ ടൈമിൽ നമുക്ക് വിശ്വസിക്കാനൊക്കെ disappointments will come to everybody's life. This is not a strange thing to any Christian. ഒരു വിശ്വാസിയാണെങ്കിൽ നിരാശയുടെ അനുഭവത്തിൽ കൂടെ കൊണ്ടുപോകും. ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഡിസപ്പോയിന്റഡ് ആകുന്നവരുണ്ട്. പ്രതീക്ഷിച്ച ജോലി ആ തക്ക സമയത്ത് കിട്ടാത്തത് കൊണ്ട് നിരാശപ്പെട്ടു പോകുന്നു. ഒരു വിവാഹം നടക്കുമെന്ന് ഹൃദയത്തിൽ വളരെയധികം വാഞ്ചിച്ചു. But that marriage did not take place. And when we put hope in people and people fail us, we are disappointed. അയ്യോ, ഈ സമയത്ത് എന്റെ സ്നേഹിതൻ എനിക്ക് വേണ്ടി വരും, എനിക്ക് വേണ്ടി 2 വാക്ക് പറയും. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക, എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ that person did not turn up and you are thoroughly disappointed. ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങൾ എല്ലാം നന്നായി വരുമ്പോൾ പെട്ടെന്നൊരു രോഗം വന്നു, നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ കഴിയാതെ പോയി, നിരാശയുടെ അനുഭവം. This is not a strange thing. Great prophets went through this. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായ മനുഷ്യനാണ് ഏലിയ. പ്രാർത്ഥിച്ച് തീ ഇറക്കിയ മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് തീ ഇറക്കി. ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിന് യാഹേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവൻ ഭയപ്പെട്ടു ഓടി. നിരാശയിൽ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ പറഞ്ഞു, കർത്താവ് മതി, ഇനഫ്. ജീവിതത്തിൽ നിരാശപ്പെട്ട ഒരു മനുഷ്യൻ, പ്രവാചകൻ. പുതിയ നിയമം നോക്കാട്ടെ, യോഹന്നാൻ അതാ പോകുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാൻ. Behold the Lamb of God that takes away the sin of the world. വളരെ ക്ലിയർ കൺവിക്ഷൻ ആണ്, സംശയമൊന്നുമില്ല. എന്നാൽ കാരാഗ്രഹത്തിലായപ്പോൾ when he was in the prison, a doubt came into his heart. Sent his disciple to Jesus and said, Jesus, are you the Messiah to come, or should we be waiting for someone else? നിരാശ നമുക്കെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഇതൊരു സ്ട്രേഞ്ച് ഹാപ്പനിങ് അല്ല എന്നുള്ളത് ഓർക്കണം. രണ്ടാമത്, ഇത് വളരെ അടുപ്പിച്ചടുപ്പിച്ച് ഇറ്റ് കൻ ഹാപ്പൻ ടു us very often also. ഇതിന്റെ ഇടയ്ക്കൊരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നേ തരം കേട്ടില്ലേ? നമുക്കെല്ലാം അങ്ങനെ ഒരു നിരാശ വന്നിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഒരു നിരാശയുടെ വന്നാൽ എനിക്കല്ലയോ. ഇത് ആഴ്ച കഴിയുമ്പോൾ, ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോ നിരാശ വന്നാലും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ. It comes quite often in our life. മാർത്ത പ്രതീക്ഷിച്ചു ഞങ്ങളുടെ യേശു നിശ്ചയമായി വരും, പക്ഷെങ്കിൽ ആ സമയത്ത് വന്നില്ല. ഈ സമയത്ത് നാം സൂക്ഷിക്കണം. നിരാശയുടെ സമയത്ത് നാം വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഈ സമയത്ത് നമുക്ക് ഗിവ് അപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഏലിയാവിനെ പോലെ മതി. നിരാശയുടെ നടുവിലാണ് അനേകം ജീവിതമേ ചിലർ അങ്ങ് ഗിവ് അപ്പ് ചെയ്യും. They give up life. They give up pursuing certain things because they are so disappointed. Disappointment നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മെ ആ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. 2, എനിക്ക് തോന്നുന്നു ഇതാകുന്നു പ്രധാനപ്പെട്ട കാര്യം. It can make us bitter. കാരണം
പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ പ്രതീക്ഷ നടന്നില്ല, അങ്ങ് നിരാശപ്പെട്ടു. പിന്നെ കൈപ്പാണ്, എല്ലാവരോടും കൈപ്പ. അവരൊന്നും നമ്മളോടൊന്നും ചെയ്തിട്ടൊന്നുമല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ നിരാശ കൊണ്ട്, നമ്മുടെ ഹൃദയ അയിപ്പ് കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുക. 3, ഡൗട്ട്. പിശാച് ഏറ്റവും വേഗത്തിൽ വരുന്ന എപ്പോഴാണെന്നറിയാം? ഇവിടെ പ്രാണി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും വരത്തില്ല. പ്രതീക്ഷയെല്ലാം മങ്ങി നിരാശ വന്ന് മൂലയിലിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് സൂപ്പർ അഡ്വൈസുമായിട്ട് അടുത്ത് വരുന്നത്. ചിലർക്ക് ഞാൻ പറയാം, ഒരുപക്ഷെ നീ വിചാരിക്കുന്നത് പോലെ നല്ല ക്രിസ്ത്യാനിയൊന്നും അല്ല, ആരെങ്കിലും ഇത് സംഭവിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ ഒരു സംശയമാണോ? Maybe you are not as you are not good after all. രണ്ടാമത് വരും, ദൈവത്തിന് നിന്നിൽ വലിയ പ്രസാദമൊന്നുമില്ല കേട്ടോ. God is not pleased with you. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആയുധം ഇപ്പൊ പറയാം, after all God doesn't love you. ഇതിനെല്ലാം ഇരയാകുന്നവരാ ഞാനും നിങ്ങൾ. നിരാശയിലിരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ നോക്കി, അവരോടൊക്കെ ഒരു പക്ഷേ ദൈവത്തിന് വലിയ സ്നേഹമാണ്. വലിയ സ്നേഹം നിന്നോടില്ല. നമ്മുടെ ജീവിതത്തിൽ നിരാശ വരും. പഴയ നിയമ പുസ്തകത്തിൽ അഹിത്തോഫേൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് വായിക്കും. ദാവീദിന്റെ അഡ്വൈസർ, വേണ്ടയാരോ എന്ന് പറഞ്ഞു കൊടുത്തു, മന്ത്രിയെ. എന്നാൽ മകൻ ശക്തി പ്രാപിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ അബ്ശാലോമിന്റെ പക്ഷത്ത് അഹിത്തോഫേൽ ചേർന്നു. അഹിത്തോഫേൽ നല്ല ആലോചന അബ്ശാലോമിന് പറഞ്ഞു കൊടുത്തിരുന്നാൽ ദൈവത്തിന്റെ പദ്ധതി അഹിത്തോഫേലിന്റെ ആലോചന സ്വീകരിക്കാനിടയായില്ല. താൻ പറഞ്ഞത് സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ 2 ശമൂവേൽ 17:23 പറഞ്ഞിട്ടുണ്ട്, തന്റെ പരിപാടി നടക്കുകയെന്ന് കണ്ടപ്പോൾ നിരാശപ്പെട്ടു പോയി തന്നെത്താൻ തൂങ്ങി മരിച്ചു. He hanged himself. You know why? He was so disappointed about his life. He thought he was a failure. അങ്ങനെ ജീവിക്കുന്ന അനേകരുണ്ട്. ജീവിതത്തിൽ തോൽവിയാണ്. I am a failure. Disappointed with everything. മാർത്തയുടെ അനുഭവം നടന്നു നോക്കിയാൽ അവിടെ പറഞ്ഞു എന്നാന്നറിയാം, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, 32ാമത്തെ വാക്യം. അവളുടെ ജീവിതത്തിൽ നല്ലൊരു തീരുമാനമാണ്. If you were here. അവളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു. രണ്ടാമത് കർത്താവ് പറഞ്ഞു, അങ്ങനല്ല മാർത്തേ, നിന്റെ സഹോദരൻ എഴുന്നേൽക്കും. ഉടനെ മാർത്ത പറഞ്ഞു, അതെനിക്കറിയാം, അവസാനത്തെ നാളിൽ അവൻ കേട്ടു. അപ്പോൾ മാർത്തയുടെ തിങ്കിങ് പാറ്റേൺ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, if you were here, this would not have happened. Now there is hope sometime in the future. അപ്പോൾ ഇന്നലെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നടന്നേനെ. ദൈവം മതിയായവനാ. ഒരു കാലത്ത് ഇതെല്ലാം നേരെയാണ്. വൺ ഡേ. അപ്പൊ കർത്താവ് അവളോടൊരു കാര്യം പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകും. മാർത്ത, I am the resurrection and the life. Not God of yesterday, not God of tomorrow. He said, I am. നിരാശയുടെ നടുവിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ചൊരു ഉറപ്പ് വേണം. നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തമാണ്. അത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞത് അതിനൊരു മാറ്റവുമില്ല. Jesus is the same. He said, I am the resurrection and the life. അതുകൊണ്ടാണ് മാർത്തയോട് ചോദിച്ചത്, മാർത്തേ, do you believe? നിരാശയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ആരെന്നെ ശ്രദ്ധിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട ഇന്ന് നിങ്ങളോട് കർത്താവിന്റെ ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ, ഡു യു ബിലീവ്? പർവ്വതങ്ങൾ മാറിപ്പോയാൽ, കുന്നുകൾ നീങ്ങിപ്പോയാൽ അവന്റെ ദയയ്ക്ക് ഒരു മാറ്റവുമില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു,
പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിനെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, ഇതെല്ലാം ഇപ്പോൾ പ്രസന്റ് ഹാപ്പനിങ് ആണെങ്കിലും എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. God is, I am that I am. ഞാനാകുന്നവൻ ഞാനാകും. കർത്താവിൻ പ്രസിദ്ധനായ കെ വി സൈമൺ സാറ് ഇങ്ങനെ പാടി, കാർമേഘത്തിനുള്ളിലേ ഞാൻ മിന്നും സൂര്യ. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഈ വളരെയധികം കറുത്ത കാർമേഘം, even though there is a big cloud, I believe there is sun behind it. Sun is still shining. Clouds can come, it can become a darkest day, but sun is still shining. I am that I am. ഇന്ന് സാഹചര്യം ഒന്നും അനുകൂലമല്ലായിരുന്നു. ഇന്ന് വേദനകളുടെ പുറത്ത് വേദനകളായിരിക്കും, പ്രതീക്ഷകളെല്ലാം മങ്ങിക്കാണും, നിരാശയുടെ പുറത്ത് നിരാശയുമായിരിക്കും. നാം ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്നില്ലായിരിക്കും. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം വിശ്വസ്തനാകും. അവൻ ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യൻ തന്നെയാകുന്നു. I am that I am. ഞാനാകുന്നവൻ ഞാൻ ആകുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ വളരെ ശരിയാണ്. Many people think it's over. And he said it's not over until it is all over. എല്ലാം തീരണമെന്നുണ്ടെങ്കിൽ തമ്പുരാനോട് പറയണം. തമ്പുരാൻ പറയുന്നത് വരെ എല്ലാം തീർന്നിട്ടില്ല. എല്ലാം തീർന്നിട്ടില്ലെങ്കിൽ എല്ലാറ്റിന്റെയും ഉടമയായ ദൈവം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് അവൻ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലെന്നല്ല, അവൻ ഒരു കാലത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കൊന്നുമല്ല. ഇന്നത്തെ കുഴഞ്ഞ സാഹചര്യത്തിൽ എന്റെ യേശു മതിയായവൻ തന്നെയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am that I am. Jesus is the Lord of all circumstances. Martha, do you believe? കർത്താവേ കർത്താവേ നീ ഒരുപാട് പറഞ്ഞല്ലോ. നിന്നോടൊരു ചോദ്യം, do you really believe? നീ ഇത് വിശ്വസിക്കുന്നുവോ? 37 അതിന് മറുപടിയും പറഞ്ഞു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, when things get delayed, when there is a delay in life. മാർത്തയുടെ വലിയൊരു പ്രോബ്ലം എന്നായിരുന്നെന്നറിയാം, കർത്താവ് വരാൻ താമസിച്ചു. അനേക പ്രാവശ്യം പറഞ്ഞു 4 ദിവസമായി. 4 ദിവസം വീണ്ടും വീണ്ടും ആവർത്തിച്ചു. നമ്മുടെ ഹൃദയത്തിൽ തട്ടിയ കാര്യം സംസാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പറയും. അതുകൊണ്ടാണ് കർത്താവിനോട് വീണ്ടും പറഞ്ഞത് 4 ദിവസമായി, 4 days over, 4 ദിവസമായി എന്ന് പറഞ്ഞാൽ കർത്താവ് 4 ദിവസം മുമ്പേ വരാൻ പ്രതീക്ഷിച്ചതാ. But you delayed. വിശ്വാസികളുടെ വലിയൊരു സീരിയസ് പ്രോബ്ലമാണ് ദൈവം താമസിക്കുന്നു. കാരണം എന്താണെന്നറിയാവും, നമുക്കെല്ലാം ഇപ്പോൾ വേണമല്ലോ. We want it now. അങ്ങനെയുണ്ടെങ്കിലേ നമുക്കൊരു സന്തോഷമുള്ളൂ. അനുഗ്രഹം എപ്പം വേണം? ഇപ്പം വേണം. യാക്കോബിനെ പോലെയാ. പ്രാർത്ഥനയ്ക്ക് ഉത്തരവോ നാളെയല്ല. We want it now. പല കാര്യങ്ങൾക്കും റിസൾട്ടോ. ഇപ്പം ബ്ലഡ് കൊടുത്താൽ ഇന്ന വളരെ വേഗത്തിലാണ് റിസൾട്ട്. പണ്ടൊക്കെ എത്ര നേരം എടുക്കുമായിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിലോ റിസൾട്ട് നോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കാലതാമസം വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പ്രയാസം. ഈ താമസിക്കുന്നു എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻ എന്റെ മനസ്സിൽ കൂടെ പോയി. ഉറക്കം വരാത്ത രാത്രിയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? നേരം വെളുക്കാൻ എന്ത് താമസമാണെന്ന് മണിക്കൂർ ഒരുപാട് പോകുന്നത്. പക്ഷേ നമുക്ക് ഉറക്കം വരാത്തത് കൊണ്ട് നേരം വെളുക്കാൻ താമസിക്കും. വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കുക്ക് ചെയ്യാൻ എന്ത് നേരം വേണമെന്നില്ല. വിശപ്പില്ലെങ്കിൽ വേഗം കഴിയുക, ടൈം സേവ് ആണ്. But it seems as though it is taking a long time. നമ്മൾ സീരിയസ് ആയിട്ടൊരു രോഗിയെ കൊണ്ടല്ലേ പോകും. So it's not that it is delayed. It seems as though it is delayed. കർത്താവ് വരാൻ താമസം എന്തുകൊണ്ടാണ്? Why there is delay in life? 3 കാര്യം ഞാൻ എന്റെ മനസ്സിൽ കൂടെ പോയത് ഞാൻ പറയാം. 1,
We are not only people in the world. നമ്മൾ മാത്രമേ ഈ ഹൈവേ കൂടെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ലൈറ്റ്സ് ഉള്ള റോഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് വിചാരിച്ചു ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴി പ്രസിഡന്റിനായിരിക്കും അങ്ങനെ കൊടുക്കുമായിരുന്നു, ബാക്കി എല്ലാവർക്കും അങ്ങനെ കൊടുക്കുകയുള്ളൂ. പ്രസിഡന്റ് വരുന്നോണ്ട് ലൈറ്റ്സ് ഒന്നും റെഡ് ആകത്തില്ല, അദ്ദേഹത്തിനെല്ലാം ഗ്രീനാണ്. എന്നാൽ നമ്മൾ വരുമ്പോൾ മറ്റുള്ളവർ ഈ സ്ട്രീറ്റിലുണ്ട്. മറ്റുള്ളവരുടെ സ്ട്രീറ്റിൽ ഉള്ളത് കൊണ്ട് എല്ലാം നമുക്ക് നമ്മുടെ സമയത്തിന് ഒക്കത്തില്ല. അപ്പോൾ ഈ താമസിക്കുന്നതിന്റെ കാരണം, there are other people also in this world. There are other people in the streets. You know why delay comes? Never think you are the center of the world. അനേകം താമസിക്കുന്നെന്ന് തോന്നുന്നതിന്റെ കാരണം, they live as though they are the center of the world. ആ ഈഗോ ഇല്ലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരല്പം താമസിച്ചാൽ നമുക്ക് പ്രയാസം ദൈവത്തോടുള്ള ബന്ധത്തിൽ. സമയത്തിനെല്ലാം ഒരു സ്ഥലമുണ്ട്. ഈ ഗ്രീനിച്ച് മീൻ ടൈം നമുക്കറിയാമല്ലോ, GMT. എനിക്കിഷ്ടം എന്താണെന്നറിയാം, ചെറിയ മീൻ ടൈം. That's what I like. Everything to happen at my time. Unfortunately, in the kingdom of God, things happen only in God's time. There is delay because we are not the center of the world. 2, താമസിക്കുന്നതിന്റെ വേറൊരു കാരണം കൂടെ ഉണ്ട്. ദൈവത്തിന് നാം വളരണമെന്ന് ആഗ്രഹമുണ്ട്. God wants us to grow. വളരണം. എല്ലാം ഉടനെ കിട്ടിയാൽ വളരത്തില്ല. വളർത്താൻ ദൈവത്തിന് ഒരു വഴിയേ ഉള്ളൂ. ചിലതൊക്കെ താമസിച്ചേ വളരത്തുള്ളൂ. പ്രതീക്ഷിക്കുന്നതെല്ലാം ഉടനെ, ചോദിക്കുന്ന ഉടനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ വളരുന്നത്? പേഷ്യൻസ് ഉണ്ടാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചു. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം ഉടനെ അങ്ങോട്ട് മറുപടി തന്നാൽ എങ്ങനെയാ പേഷ്യൻസ് ഉണ്ടാകും? ദൈവത്തിന് വളർത്താൻ ഒരു വഴിയുള്ളൂ. വിശ്വാസം വർദ്ധിപ്പിക്കണേ. You know, faith to grow, God has to delay answer sometimes. That's God's way of dealing with us. So when there is a delay, we sometimes get frustrated. അന്നേരം കർത്താവാണ് യേശു. ഇപ്പൊ സന്തോഷത്തോടെ പറയും, നീ മാത്രം മതി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ താമസിക്കുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, മാർത്തയോട് ചോദിച്ച ചോദ്യമാണ്, നീ ഇത് വിശ്വസിക്കും? ഈ താമസിക്കുമ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടെംപ്റ്റേഷൻ കൂടെ ഞാൻ പറയട്ടെ. ഒന്ന്, ഷോർട്ട് കട്ട് എടുക്കാൻ അന്നേരമാണ് ടെംപ്റ്റേഷൻ. വഴിയെ പോകുമ്പോഴും അങ്ങനെയാണല്ലോ. താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഓർക്കും, നൗ വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട്? യാക്കോബ് എന്ന് പറയുന്ന സമർത്ഥനായ മനുഷ്യന് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ടെംപ്റ്റേഷൻ. അനുഗ്രഹം വേണം. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മൂത്തവൻ ഇളയവനെ സേവിക്കും. അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഐ വാണ്ട് ഇറ്റ് നൗ. സോ വാട്ട്സ് ദ ഷോർട്ട് കട്ട്? ലെറ്റ് മീ ചീറ്റ് മൈ ഡാഡ് ആൻഡ് മൈ ബ്രദർ, ലെറ്റ് മീ ഗെറ്റ് ഇറ്റ്. താമസിക്കുന്നു എന്ന് തോന്നുമ്പോൾ, we are tempted to take shortcuts. അങ്ങനെ ജീവിക്കുന്നത് വിശ്വാസ ജീവിതമല്ല. അതുകൊണ്ടാണ് മാർത്തയോട് ചോദിച്ചത്, ഡു യു ബിലീവ്? നീ വിശ്വസിക്കും? വിശ്വസിക്കുന്നെങ്കിൽ കാത്തിരിക്കും. കർത്താവ് എനിക്ക് മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ നാം കാത്തിരിക്കും. If you believe, if you really trust that Jesus is the Lord of my life, you can wait patiently for God's answer. പലപ്പോഴും നാം ഈ ടെംപ്റ്റേഷനിൽ കൂടെ പോകുന്നു. രണ്ടാമതൊരു ടെംപ്റ്റേഷൻ ഉണ്ട്, ബാക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ. മടുത്തു, ഇനി അധികം ഭക്തിയൊന്നും വേണ്ട. പത്രോസിന് വന്ന ടെംപ്റ്റേഷൻ. കർത്താവിന് പുറകെ 3 വർഷമൊക്കെ നടന്നു. ഇപ്പൊ നടക്കുമ്പോൾ രാജ്യമൊക്കെ സ്ഥാപിക്കുമെന്നാണ് വിചാരിച്ചു. അവനും മരിച്ചു, എല്ലാം പോയി, പഴയ ബിസിനസ് നഷ്ടപ്പെട്ടു. എവറിത്തിങ് ഈസ് ലോസ്. വാട്ട് ക്യാൻ വി ഡു? ഉടനെ ചിന്തിച്ചു, ഐ ഗോ ഫിഷിംഗ്. ഞാൻ മീൻ പിടിക്കാൻ പോവാം. ഇത് കേൾക്കാനിരിക്കുന്നു കുറച്ചു പേരൂടെ, ഞങ്ങളും വരുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ആഗ്രഹിക്കുന്നതിന് ഉള്ള മറുപടി താമസിക്കുന്നു. Then things don't happen at your time. We
are tempted to give up and say, I don't want to live as godly as I did. Let me go back in my commitment to the Lord. മൂന്ന് കാര്യം താമസത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കണേ. ഒന്ന്, delays are not denials. താമസിക്കുന്നത് കൊണ്ട് ദൈവം തരത്തില്ലെന്ന് പറഞ്ഞില്ല, താമസിക്കുന്നതേ. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നല്ലൊരു വാക്യമുണ്ട്. ഞാൻ പലപ്പോഴും അത് വായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ എന്നോട് ചെയ്ത് ഈ ദർശനം ഓടിച്ചു വരുമ്പോൾ ദർശനത്തിന് അഭ്യർത്ഥിക്കുന്നു. അസാധ്യതയും സമയത്തില്ല വലിയ Remember, when all your wishes are not granted quickly, when you feel things are getting delayed, God is not denying about it. Maybe he's only delayed. ഈ വേദനാവിൽ നോക്കണം, താമസിച്ചാലും അത് വരും നിശ്ചയം. അത് വരും നിശ്ചയം. Sometimes delays are God's providence. ചിലതൊക്കെ താമസിച്ചതിനായിട്ട് സ്വതന്ത്രം ചെയ്യണം. വർഷങ്ങൾക്ക് മുമ്പ് ചക്സ് ജോണിന്റെ ഒരു കഥയിൽ ഞാൻ ഇങ്ങനെ വായിച്ചു. ഇങ്ങനെയാണ് എഴുതി. ജപ്പാനിൽ ഒരപ്പനും മകനും കൂടെ യാത്ര പോവുകയാണ്. അപ്പോൾ പ്രൊഡ്യൂസറായി ഇവിടെ വണ്ടിയിലുണ്ട്. നാഗസാക്കി എന്ന് പറയുന്ന പട്ടണത്തിൽ ഇതെല്ലാം all sorts of things on their wagon. ഡാഡി പഴമക്കാരൻ. അപ്പൊ പോകുന്ന വഴി എല്ലാം നിർത്തും, ആളുകളെയൊക്കെ കാണും, അവരോടൊക്കെ സംസാരിക്കും, ചിലയിടത്തൊക്കെ ഇറങ്ങും, സന്ദർശിക്കും. But the son was always in a hurry. He wanted to get to the city. He wanted to get to the city. വളരെ ധൃതിയില്ല. അടി അപ്പം താമസിക്കുന്നതിനനുസരിച്ച് മകന് വലിയ ഫ്രസ്ട്രേഷൻ വരണേ. പലപ്പോഴും ഡാഡിയോട് പറഞ്ഞു, ഡാഡി ലെറ്റ്സ് ഗോ. But daddy took his own time. പക്ഷെ പതുക്കെ അങ്ങ് എന്നപ്പോഴത്തേക്ക് നാഗസാക്കി പട്ടണം ഇല്ല. യുദ്ധത്തിന്റെ ചരിത്രം വായിച്ചവർക്കറിയാം. ബോംബിങ്ങിൽ പട്ടണം പോയി. Sometimes delays are God's glorious providence for you. ചിലതൊക്കെ താമസിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നേരത്തെ അതൊക്കെ ലഭിച്ചിരുന്നെങ്കിൽ നഷ്ടമായി പോയത്. Delays are not denials, and delays are sometimes God's provisions and providence. രണ്ടാമത്, just because answers are delayed, it does not make you less spiritual. ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ കിട്ടി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പതുക്കെ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഉടനെ കിട്ടിയ ആൾ എന്നേക്കാൾ ഭക്തനാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ടെൻഡൻസിയാണ്. Just because God's answers don't come quickly, don't ever think that we are less spiritual. God loves us still. God loves us still. കാലതാമസം വരുത്തിയാലും അവൻ പ്രതിക്രിയ നടത്തി. അടുത്ത എന്നെ വളരെ സന്തോഷിപ്പിച്ചു. Delays do not depreciate the blessing also. താമസിക്കുന്നതുകൊണ്ട് അനുഗ്രഹത്തിന്റെ ക്വാളിറ്റി കുറച്ചല്ല ദൈവം തരുന്നത്. ഉടനെ തന്നിരുന്നെങ്കിൽ കൂടുതലും 2 വർഷം കഴിഞ്ഞ് തന്നുകൊണ്ട് നേരത്തെ വെച്ചിരുന്ന അനുഗ്രഹന്മാർ അല്പം കൂടെ കുറച്ച്. അങ്ങനല്ല. കനാൻ ദേശത്തേക്ക് എന്ന് പോകാൻ പറഞ്ഞു, അന്ന് വെച്ചിരുന്ന അനുഗ്രഹം തന്നെ 40 വർഷം കഴിഞ്ഞ് കയറിയപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നു. കാരണം നമ്മുടെ ദൈവം നല്ലവനാണ്. ഇനി ഞാൻ തിരുവചനത്തിൽ നിന്ന് വേറൊരു കാര്യം പറയാം. താമസിക്കുന്നതോറും ലഭിക്കുന്ന അനുഗ്രഹം വർദ്ധിക്കും. It becomes greater in blessing. ഞാൻ ഇനിയും ഈ വേദഭാഗത്ത് നിന്ന് തന്നെ പറയാം. മാർത്ത പ്രതീക്ഷിച്ചപ്പോൾ യേശു വന്നെന്ന് വിചാരിച്ചു. മാർത്തയെ മറിയം പറഞ്ഞയച്ച ഉടനെ യേശു വന്നു.
അവരുടെ സഹോദരൻ ദീനമായി കിടന്നു. കർത്താവ് സൗഖ്യമാക്കി. അവിടെ നിന്ന് ഉടനെ എല്ലാവരും പറഞ്ഞ എന്നാന്നറിയാമോ? കുരുടന് കാഴ്ച കൊടുത്തവൻ ഇവനെയും സൗഖ്യമാക്കി. കാരണം മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്നാന്നറിയാമോ? കുരുടന് കാഴ്ച കൊടുത്തവന് ഇവനെ മരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലയോ? അപ്പൊ കർത്താവ് നേരത്തെ വന്നിരുന്നെങ്കിൽ സൗഖ്യമാക്കിയിരുന്നേ പറഞ്ഞു. Jesus healed him just like as he healed the blind man and the lame man. എന്നാൽ താമസിച്ചതുകൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോ നോക്കിയവർ പറഞ്ഞ എന്നാന്നറിയാം? ജീസസ് ഈസ് നോട്ട് ഓൺലി എ ഹീലർ, ഹി ഈസ് മോർ ദാൻ എ ഹീലർ. അവൻ സൗഖ്യമാക്കുന്നവൻ മാത്രമല്ല, അവൻ സൗഖ്യമാക്കുന്നവനിലും വലിയവനാണ്. താമസിച്ചതുകൊണ്ട് മനസ്സിലായില്ലയോ? അപ്പോൾ അനുഗ്രഹം ചിലത് താമസിക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം ദൈവം തരാൻ പോകുന്ന അനുഗ്രഹത്തെ ദൈവം വർദ്ധിപ്പിച്ചു തരാൻ താമസിപ്പിക്കുന്നതിനായി ഹൃദയം നിറഞ്ഞ ദൈവത്തിന് സ്തോത്രം. So God delays sometimes to give you a greater blessing. തിരുവചനത്തിൽ അനേക ഉദാഹരണം. തണ്ടുവലിച്ച് വലഞ്ഞു. The disciples were on the boat and there was a great storm. They expected Jesus to come on the first watch. അന്നേരം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. കർത്താവ് അവരുടെ തിരമാലകളുടെ മുകളിൽ നടക്കുന്നവനാണ്. ജീസസ് can walk over the water that is trying to drown them. അവരെ മുക്കുന്ന തിരമാല എന്റെ യേശുവിന്റെ കാൽക്കീഴിലാണ് മനസ്സിലാക്കിയത് അന്ന് രാത്രിയിലാണ്. ഡിലേ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ ഓർക്കണം. യോസഫ്, ദാവീദ്, പൗലോസ്, മോശ ഇവരുടെയൊക്കെ ചരിത്രം നോക്കിയാൽ all these people എല്ലാവർക്കും കോമൺ ആയിട്ടൊരു കാര്യം, ഇവർക്കെല്ലാം ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബ്ലെസ്സിങ് കിട്ടുന്നതിന് മുമ്പ്. യോസഫിന് 13 വർഷം ഏകദേശം. ദാവീദ് കാട്ടിലൊക്കെ ഓടി അനേക നാള് നടന്നു. അഭിഷേകനയിലൊക്കെ വീണതാ, പക്ഷെ രാജാവാകുന്നതിന് മുമ്പ്. പൗലോസ് ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അറേബ്യ മരുഭൂമി. മോശ വിടുതലിന്റെ ശുശ്രൂഷക്കാരനാകുന്നതിന് മുമ്പ്, because before he became the redeemer of the people, 40 years in the wilderness. And all these people had a long waiting period. Wait ചെയ്യുന്നതോറും നമ്മുടെ ശുശ്രൂഷ വലുതാണ്. All these people had great ministry. അപ്പോൾ ചിലതൊക്കെ താമസിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. മാർത്തയോട് ചോദിച്ചു, മാർത്തേ, do you believe that I am the Lord of the times? കാലങ്ങളുടെ കർത്താവ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ ഇനി മേലാൽ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്തൊരു വാക്ക് ഞാൻ പറയാം. സമയം മോശം സമയം, ദോഷമുള്ള സമയം, കഷ്ടകാലം, ദുർദിവസം നമുക്കില്ല. കാരണം എന്നാണെന്നറിയാം? യേശു കാലങ്ങളുടെ കർത്താവ്, എന്റെ സമയങ്ങളുടെയും കർത്താവാണ്. ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് ഓൾ ടൈം. മാർത്ത, ഡു യു ബിലീവ്? രണ്ട് കാര്യം. ജീസസ് ഈസ് ദ ലോർഡ് in our disappointments. Jesus is the Lord of our times, even when things get delayed. മൂന്ന്, ഈ വഴിമുട്ടുമ്പോൾ, when we come to the dead end, ഞാൻ ചിലതൊക്കെ ഇവിടെ നടക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ വഴികൾക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ. നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതുവഴി നടക്കാൻ പോയാൽ പിന്നെ അതുവഴി അങ്ങ് ഇറങ്ങാൻ ഒക്കത്തില്ല, തിരിച്ചു വരികയും ഒക്കത്തില്ല. You know, if you are traveling on a vehicle, it's always possible because you can reverse. But in life's experiences, sometimes you get into a situation you cannot go forward and you cannot reverse. ജീവിതത്തിന് അങ്ങനെ ഒരു പ്രോബ്ലം.
ശവകുഴിയിലേക്ക് പോകുമ്പോ എങ്ങോട്ട് റിവേഴ്സ് ചെയ്യാം? മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിൽ തങ്ങളുടെ സഹോദരൻ മരണത്തിലേക്ക് നീങ്ങുന്നു. ലൈഫ് ഈസ് കമ്മിങ് ടു ആൻ എൻഡ് and there is no reverse from there. Cannot go any place. When you meet the dead end. ഞാൻ അവരുടെ കാര്യം മനസ്സിലായി. കർത്താവിനോടത്തോളം കാലം ശ്രദ്ധിച്ചോ, as long as Jesus is Lord, there is no dead end. യേശു കർത്താവായിരിക്കുന്നിടത്തോളം കാലം വഴിമുട്ടുന്ന പ്രശ്നമേ ഇല്ല. കർത്താവ് ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കും വഴി ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിത്ത് ജീസസ്. ഞാൻ ചില ഉദാഹരണം പറയാം. റെഡ് സീ, ചെങ്കടൽ. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ കടന്നു വരിക. അപ്പോൾ ഫറവോന്റെ കാൽക്കുലേഷൻ എന്താണെന്നറിയാം? They came to the dead end. They cannot go forward. അവരെങ്ങോട്ട് പോകാൻ? ഫറവോന്റെ ബുദ്ധി പറഞ്ഞു ഇവരെങ്ങോട്ട് പോകാൻ? മുമ്പോട്ട് പോകത്തില്ല. പുറകോട്ട് വന്നാൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. സൈഡിലോട്ട് പോകാൻ അവർക്ക് കഴിയുകയുമില്ല. They came to the dead end. ഫറവോൻ അറിയത്തില്ലായിരുന്നു അവരുടെ മുമ്പിൽ പോകുന്നൊരു ദൈവം ഉണ്ടായിരുന്നു. ദൈവത്തെ കാണാൻ കഴിയാത്ത കണ്ണുകൾക്ക് വഴിമുട്ടി. ദൈവത്തെ കാണാൻ കഴിവുള്ള കണ്ണുകൾക്ക് വഴിമുട്ടത്തില്ല. If you can see the Lord of impossibilities, you will never come to dead end because God goes before you. ഞാൻ നിനക്ക് മുമ്പായി പോയി ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാദികളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ മെതിച്ചു കളയുകയും ചെയ്യുന്ന യഹോവയാകുന്നു ഞാൻ. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ജീവിതത്തിന്റെ സന്തോഷത്തിൽ, ജീവിതത്തിന്റെ സങ്കടത്തിൽ വഴിമുട്ടുന്നു എന്ന് തോന്നുമ്പോൾ ജീസസ് ഈസ് സ്റ്റിൽ ലോർഡ്. മാർത്തയോട് ചോദിച്ചു കർത്താവ്, മാർത്തയോട് കർത്താവ് ചോദിച്ചു ഡു യു ബിലീവ്? ഉടനെ 4 നാളെ മാർത്തയുടെ ഇമ്മീഡിയറ്റ് ആൻസർ 4 നാളായി 4 days. എന്നാൽ മാർത്തയോട് പറഞ്ഞു ഈ കല്ല് നീക്കുവാൻ, ഈ പ്രശ്നം മാറ്റുവാൻ എനിക്ക്. അതിനകത്തൊന്നും നാം പഠിക്കേണ്ട ചില കാര്യമാണ്. ഫെയിലിയർ തോറ്റതുകൊണ്ട് തീർന്നില്ല. ദൈവമുണ്ട്. As long as God is with you, no failure is final. ദൈവം ഉള്ളിടത്തോളം കാലം. അതുകൊണ്ടാണ് ഭക്തന്മാർ വീണാലും എഴുന്നേൽക്കും. പുസ്തകം പറഞ്ഞു കഷ്ടങ്ങളുണ്ട്, ഇടുങ്ങിയൊന്നും ഇരിക്കുന്നില്ല, ഉപദ്രവമുണ്ട്, എല്ലാം ഉണ്ട്, വീട് കിടക്കുന്നുണ്ട് ചിലപ്പോ, എന്നാലും നശിച്ചൊന്നും പോകുന്നില്ല. We don't perish. കാരണം വീണാലും എഴുന്നേൽക്കും. ദൈവം ഉണ്ടെങ്കിൽ no problem is insurmountable. കടക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമില്ല. പലപ്പോഴും ആവർത്തിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ഞാനൊന്ന് അതിന്റെ ചില വാചകം പറയട്ടെ. Is there a river you think are uncrossable? Is there a mountain you cannot tunnel through? God specializes in things thought impossible. He does the things others cannot do. കടക്കാൻ കഴിയാത്ത നദിയുണ്ടോ? തുറന്നു കയറാൻ കഴിയാത്ത വലിയ മലകളുണ്ടോ? അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങളിൽ രസിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യരാൽ അസാധ്യം, എന്റെ ദൈവത്താൽ സാധ്യം. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോ യാക്കോബ് വാൾ കൊണ്ട് മരിച്ചു. പത്രോസിനെ കൊല്ലുവാനായി കൽപ്പനയും ലഭിച്ചു. അവസാനം എന്ന് കരുതി. എന്നാൽ അന്ന് രാത്രി 3 വാതിലും തുറന്നു. പത്രോസിനെ ദൈവം പുറത്തു കൊണ്ടു. കാരണം ദൈവമുണ്ടെങ്കിൽ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. With God there is no full stop. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആലങ്കാരിക ഭാഷ. കാരണം അവസാനത്തെ പിടിമാവ് വരെയും ഉപയോഗിച്ച് കുഞ്ഞിനു വേണ്ടി കരുതിയ നല്ലൊരു സ്ത്രീ എല്ലാം കഴിഞ്ഞ് പ്രവാചകൻ വന്നപ്പോൾ പറഞ്ഞു, പ്രവാചകൻ ഇനി ഒരു പിടിമാവ് മാത്രം, അതെനിക്ക് വേണ്ട മകൻ ഒരപ്പം ഉണ്ടാക്കണം, അത് കഴിക്കണം. ഇനി ഞങ്ങളുടെ മുമ്പിൽ ഫുൾ സ്റ്റോപ്പ്. അതിനപ്പുറത്തോട്ട് ഞങ്ങൾക്ക്. പ്രവാചകൻ പറഞ്ഞു, ഒരു ദൈവം, ഇസ്രായേൽ ഒരു ദൈവം. കലത്തിലെ മാവ് തീരുന്നു എന്ന് നിനക്ക് തോന്നിയാൽ നീ തന്നെ നിന്റെ ഹൃദയത്തിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഒരു വഴി തുറന്നു തരുന്ന ഒരു
ദൈവം ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ജീവിതത്തിൽ ആരാണ് ഇന്ന് ഹൃദയത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. You are so discouraged, so disappointed with life. I want to tell you, as long as God is there is no dead end. വഴിമുട്ടത്തില്ല. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും, because he lives, I can face tomorrow. ബാബിലോണിലെ ബാലന്മാരെ ബന്ധിച്ച്, കയറുകൊണ്ടാണ് ബന്ധിച്ച് തീക്കാത്തോട്ട്. അപ്പോൾ എറിഞ്ഞവരുടെ വിചാരം തീർന്നെന്ന്. പക്ഷെ എറിഞ്ഞവരാ തീർന്നത്. അറിയോ? തീർന്നെന്നും പറഞ്ഞ് എറിഞ്ഞവർ സന്തോഷത്തോടെ പുറത്തു വന്നു. കാരണം എന്താണെന്നറിയാമോ? അകത്തോട്ട് ഇട്ടവന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, ഇട്ടവന്റെ കൂടെ ദൈവവും ഇല്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അകത്തോട്ട് പോയവന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ തീക്കകത്തും ഫുൾ സ്റ്റോപ്പ് ഇല്ല. ദൈവം ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചോണം, തീയുടെ പുറത്ത് ഫുൾ സ്റ്റോപ്പാ. If God is there inside the fire, there is no full stop. It still continues. തീയുടെ എന്തോരം വേക്കാതെ പുറത്തു പോകും. ദൈവമില്ലെങ്കിൽ തീയുടെ പുറത്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ നമുക്ക് അറിഞ്ഞുകൂടാ. All things are possible. All things are possible. മനുഷ്യരായ സാധ്യം, എന്റെ ദൈവത്താൽ സാധ്യം. മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു. നിരാശയുടെ നിലവിൽ മാർത്തയെ നീ ഇത് വിശ്വസിക്കും. ജീവിതത്തിന്റെ താമസങ്ങളിൽ മാർത്തയെ 4 ദിവസമെന്ന് നീ പറയും, നീ ഇത് വിശ്വസിക്കും. ജീവിതം വഴിമുട്ടിയെന്ന് തോന്നുമ്പോൾ മാർത്തയെ നീ ഇത് വിശ്വസിക്കും. അവസാനം മാർത്ത പറഞ്ഞു, എന്റെ സഹോദരൻ മരിച്ചു. He's dead. ഡെത്ത് എന്ന് പറയുന്ന റിയാലിറ്റി, മിഥ്യൊന്നുമില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അത് കേൾക്കാൻ പോലും ഇഷ്ടമല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് ഫ്യൂണറലിന് പോകാൻ ഇഷ്ടമല്ലെന്നാണ്. Because they don't want to face it, but death is a reality. And there is nothing in the world more darker than that. മരണത്തെക്കാൾ അധികം കറുത്തതായി ഇരുട്ടുള്ളതായി ലോകത്തിൽ ഒന്നുമില്ല. എല്ലാവർക്കും ഭയം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നാം പാടിയതുപോലെ താവിന്റെ ദാസൻ പാട്ടിൽ കൂടെ എഴുതുന്നു, ഭൂമിയുടെ താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയും. അപ്പോൾ മരണം എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ കർത്താവ് മാർത്തയോട് ഇപ്രകാരം പറഞ്ഞു. 26-ാം വാക്യം, 25-ാം വാക്യം, യേശുവോട് ഞാൻ തന്നെ, I am the resurrection and the life. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. താഴോട്ടൊരു കാര്യം കൂടെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. എന്ന് പറഞ്ഞാൽ എന്നാ? Death will have no power over you. മരണത്തിന് നിന്റെ മേൽ അധികാരമില്ല. അതതിന്റെ അർത്ഥം. Death has no authority over you. കാരണം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ബന്ധിച്ച് അവരുടെ മേൽ ദേവോത്സവം കൊണ്ടാണ്. പൗലോസ് അപ്പോസ്തലന്റെ ചിന്തകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആർക്കെങ്കിലും എഴുതാൻ നോക്കിയോ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ബന്ധിച്ച് അവരുടെ മേൽ ദേവോത്സവം കൊണ്ടാടിയപ്പോൾ നാളുകളായി മരണഭീതിയിലായിരുന്ന മർത്യജനത്തെ വിടുവിക്കാൻ എന്റെ കർത്താവ് ക്രൂശിന്മേൽ കയറിയെങ്കിൽ മരണത്തിന് ഇനി നമ്മുടെ മേൽ അധികാരമില്ല. അവൻ മരിച്ചാലും ജീവിക്കുമെന്ന് മാത്രമല്ല, അവൻ മരിക്കുകയില്ല. അതിന്റെ അർത്ഥം നോ സെപ്പറേഷൻ. എന്താ മരണം? ഇറ്റ് ഈസ് സെപ്പറേഷൻ. വളരെ ശക്തിയോടെ പറഞ്ഞു, there is no separation. അപ്പോസ്തലനായ പൗലോസിന്റെ ജയപേരുകളിൽ ഒന്നാണ് ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ വേർതിരിക്കാൻ സാധ്യമല്ല. Nothing can separate us from God. So when a believer goes through the valley of shadow of death, you know what he says? Nothing can separate.
Nothing can separate. Death may be very dark, but it is not going to separate me from God. I am going there with him. He is with me. Emmanuel. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കും. Death is defeated. Secondly, death is understood. ഈ മനസ്സിലാകുന്നത് തന്നെ ഒരു ജയമായില്ലയോ? കർത്താവ് അവിടെ കയറിയപ്പോഴേ പറഞ്ഞു, ഇത് മരണത്തിനൊന്നുമല്ല, കർത്താവൻ ദൈവത്തിന്റെ മഹത്വത്തിനാ. അവൻ മരിച്ചിട്ടില്ല, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാകും. She is sleeping. So believer can face death because we understand what is death. It is only sleeping. Thirdly, fear is gone because God is with you. പ്രധാനപ്പെട്ട കാര്യം, അവൻ മരിച്ചാലും ജീവിക്കും. There is a future resurrection. There is glory that is to come. ഈ നാട്ടിൽ നിന്ന് ചൈനയിലേക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയൊരു കപ്പിൾ, അവരുടെ ചരിത്രം വളരെ ഫേമസ് ആണ്. ജോൺ ആൻഡ് ബെറ്റി സ്റ്റാൻ, missionaries to China, graduates from Moody Bible Institute many years ago. അവരെ റെവല്യൂഷന്റെ ടൈമിൽ അവരെ പിടിച്ചു. ആ കാലത്ത് അനേക മിഷണറിമാരെ കൊല്ലുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു കുന്നിന്റെ മുകളിലാണ്. കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തലവെട്ടും. They are beheaded, all those who are taken, they are beheaded there, and their body is rolled down. അപ്പോൾ ഇവരെ കൊണ്ടുപോവുക. John and Betty and their little baby girl. പട്ടാളക്കാർ മുമ്പേ നടക്കുന്നു. ജോണിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബെറ്റിയെ ചേഞ്ച് ചെയ്തിട്ടില്ല. because she is carrying the little baby. They are walking up the mountain. വില്ലേജിലുള്ളവരെല്ലാം വന്ന് സൈഡിലേക്ക് പോകണം. അപ്പൊ സൈഡിൽ നിന്നുകൊണ്ട് വില്ലേജേഴ്സ് ചിലർ ചോദിച്ചു, ജോൺ ആൻഡ് ബെറ്റി വേർ ആർ യു ഗോയിങ്? നിങ്ങൾ അങ്ങോട്ട് പോകും. And they gave an answer. Pointing to the soldiers, John said, I don't know where they are going, but we are going to glory. അവരെങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ മഹത്വത്തിലേക്ക് പോകുക. That is the confidence of a Christian. Where are you going? We are going to glory. ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്നു. ഗുരു, നീ എവിടെ പോകുന്നു? I go to my father's house. In death, he is still Lord. മാർത്തേ, ഇത് നീ വിശ്വസിക്കണം. ഈ 4 സാഹചര്യത്തിന് അപ്പുറത്ത് ജീവിക്കുന്ന ആരും ഇവിടെ ഇല്ല. നിരാശ, കാര്യങ്ങൾ നടക്കാൻ താമസിക്കുന്നു, വഴിമുട്ടി നിൽക്കുന്നവർ, ഒരുപക്ഷെ ജീവിതത്തിന്റെ രോഗം നിമിത്തം ഭാവി എങ്ങനെയെന്ന് ചിന്തിക്കുന്നവർ ഒക്കെ ഇതിന്റെ നടുവിൽ ഉണ്ടായിരിക്കാം. ദൈവത്തിന് ഉത്തരവുണ്ട്. He is Lord. He is Lord. He is risen from the dead and he is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. മാർത്തയോട് ചോദിച്ചത് നമ്മോടാകട്ടോ, ഡു യു ബിലീവ്? അവൾ ഹൃദയം തുറന്നൊരു കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു. ആ ഗുരു ആ കല്ലറയുടെ പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ലാസറേ പുറത്ത് വരിക. മരിച്ചവൻ പുറത്തു വന്നു. ബിക്കോസ് ഹി ഈസ് ലോർഡ്. ഇന്ന് രാത്രി ഒരു ദൂതുണ്ട്. No matter what is dead and buried, no matter what has failed, no matter in what area you are defeated, you have lost hope, Jesus can stand in front of that sepulchre and shout, come out. He is Lord. Hallelujah. Amen. Hallelujah. Amen. Hallelujah. രാത്രി ഹൃദയ സന്തോഷത്തോടെ പോകണം. ഈ കർത്താവിനെ യജമാനായും രക്ഷിതാവായും
അറിയാത്ത ആരെങ്കിലും ഇന്ന് വചനം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുരുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. കാരണം ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു. കർത്താവ് കൂടുണ്ടെങ്കിൽ തീക്കകത്ത് രക്ഷയുണ്ട്, കർത്താവ് കൂടില്ലെങ്കിൽ തീയുടെ പുറത്തും രക്ഷയില്ല. കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ചു, രാജാവായി സ്വീകരിച്ചു, ജീവിതത്തെ സമർപ്പിച്ചു. ഇന്നിവിടെ നിന്ന് പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. He is Lord and He is Lord. നീ മാത്രം മതി കർത്താവ്, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. യഹോവയുടെ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, നിന്റെ അടിപ്പിണരാൽ സൗഖ്യം.